കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ദിവസം 10,000 ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാരവിക്ഷുബ്ധനായി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടുകാരനാണ്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട്. അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങളെ തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG ആയിട്ടാണ് സംസാരിച്ചത്. DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട്, അതുപോലെ തന്നെ സേനകളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല, ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഞങ്ങൾക്ക് വലിയ ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്, ഇവിടെ ഇപ്പോൾ JCB ആണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ്. അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്ത ലോകം മുഴുവനും കണ്ട സംഗതിയാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം കേന്ദ്രീകരിച്ചുള്ള ഭക്ഷണ വിതരണം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം? അതെ. അപ്പം ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. മാത്രമല്ല, ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ, ഞങ്ങളിനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമസ്കാരം. ദുരന്ത ഭൂമിയിൽ നിന്ന് കേൾക്കുന്നത് ദുരന്ത കഥ തന്നെയോ? ഇതിപ്പോൾ മനുഷ്യരുടെ, അതായത് ഭരണകൂടത്തിൻ്റെ മനുഷ്യത്വമില്ലായ്മയുടെ ദുരന്തമാണ്. ഈ ദുരന്തമുണ്ടാക്കിയതും പിണറായി വിജയനാണെന്ന് ഞാൻ വിളിച്ചു പറയും. അതിനുള്ള തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. കാരണം ഈ പറയുന്ന സ്ഥലത്ത് നേരത്തെ ഒരു 3-4 ദിവസം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അത് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ആ സ്ഥലം എന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുമായിരുന്നുവോ? ഈ വീടുകളെല്ലാം നഷ്ടപ്പെടുമായിരുന്നോ? ഈ ദുരന്തം കാണുമായിരുന്നുവോ? അങ്ങനെയുള്ള ദുരന്ത ഭൂമിയിലേക്ക്, പിണറായി വിജയൻ സൃഷ്ടിച്ച ആ ദുരന്ത ഭൂമിയിലേക്ക് ജാതി മതങ്ങൾക്കപ്പുറമുള്ള ആളുകൾ മനുഷ്യരോടുള്ള, ഇങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ പ്രകൃതിയോട് മനുഷ്യരോടുള്ള സ്നേഹം കാരണം അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഓടിയെത്തിയ, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഓടിയെത്തി ആളുകളോട് പിണറായി വിജയൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇദ്ദേഹത്തെ ആരാണ് മുഖ്യമന്ത്രിയായി വെച്ചിരിക്കുന്നത്? ഇവിടെ CPM-കാരും DYFI-ക്കാരും എല്ലാം ഭക്ഷണം കഴിച്ചൊരു സ്ഥലമുണ്ട്. പട്ടാളക്കാരും പോലീസുകാരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കഴിച്ച സ്ഥലമുണ്ട്. ഈ ദുരന്തമുണ്ടായ 30-ാം തീയതി കഴിഞ്ഞ് ഉടനെ തന്നെ അവർ 1-ാം തീയതി മുതൽ അവിടെ ഭക്ഷണവും എല്ലാ സംവിധാനവുമായി 10,000-ഓളം പേർക്കാണ് മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘടന ഭക്ഷണം വിളമ്പിയത്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന അവരുടെ സേവനം രാത്രി വരെ ഉണ്ടാകും. ഇവർ 2 വിഭാഗമായി തിരിഞ്ഞിട്ടാണ് ഈ ഇത്തരം ഒരു സന്നദ്ധ സേവനത്തിന് സ്വന്തം പൈയിൽ നിന്ന് പൈസ എടുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ മേടിച്ച് പാത്രങ്ങൾ കൊണ്ടുവന്ന് തീയുണ്ടാക്കി അവർ ആ ഗ്യാസ് എല്ലാം വഴി കൊണ്ടുവന്ന് അങ്ങനെ പ്രവർത്തനം നടത്തിയത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനില്ല, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാത്തൊരു രാഷ്ട്രീയ പ്രവർത്തകനില്ല, അവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു സന്നദ്ധ പ്രവർത്തനം. രാവിലെ ഇവിടുന്ന് സന്നദ്ധ പ്രവർത്തനത്തിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ആ സംഭവം ഇന്നലെ മുതൽ തടഞ്ഞിരിക്കുന്നു പോലീസ്. അതായത് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ്, നിങ്ങളാരും സഹായം വേണ്ട, ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം. എന്നാൽ ഞങ്ങൾക്ക് പുട്ടും കള്ളിയും അടിക്കാൻ ആരും നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? നിങ്ങളിവിടെ സന്നദ്ധ സേവനം നടത്തി കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞത്. അത് ശരിയാണ്. പോലീസ് സംവിധാനം അവരുടെ കയ്യിലാണ്, ഭരണകൂടം അവരുടെ കയ്യിലാണ്. പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്ന പ്രവർത്തകരെ, ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് എല്ലാവർക്കും, പോലീസും റെസ്ക്യൂ ആയാലും പട്ടാളമായാലും സാധാരണക്കാരായാലും എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതിൻ്റെ ഓർമ്മ എല്ലാവർക്കും ഉണ്ട്. ഈ ദുരന്തഭൂമിയിൽ
ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒരു കുട്ടിയും ബുദ്ധിമുട്ടരുതെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇവരെത്തിയത്. എന്നാൽ ആ തെണ്ടിത്തരം ഇന്ന് പിണറായി വിജയൻ DIG തോംസൺ വഴി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പുല്ലും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒരു ചുക്കും വേണ്ട. ഇവിടെ അതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ വളരെ മനോഹരം വളരെ മറ്റൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ പറയാൻ പോകുന്നൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ വടിയും കുത്തി നടക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓരോ ചാനലുകാരും പറയുന്നുണ്ട് പട്ടാളത്തോടൊപ്പം രണ്ട് സൈഡിലായിട്ട് ഓരോ ഇതിൻ്റെ കൂടെ തന്നെ മരം മുറുക്കിയാണെങ്കിൽ ആ മരക്കഷ്ണങ്ങൾ വലിച്ചെറി എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരാണ്. പട്ടാളം പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നു, മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ആരാ? നമ്മൾക്കറിയാം, ചാലിയാർ പുഴയിൽ അവിടുന്ന് ശവശരീരങ്ങൾ എടുത്തത് ആരാ? സന്നദ്ധ പ്രവർത്തകരാണ് 90%. അങ്ങനെയുള്ള സ്ഥലത്താണ് പിണറായി വിജയൻ ഇപ്പോൾ വൈറ്റ് ഗാർഡിനെ ചവിട്ടിപ്പുറത്താക്കിയിരിക്കുന്നത്. വൈറ്റ് ഗാർഡിൻ്റെ അതിൻ്റെ ആ വിഷമത്തോടു കൂടിയിട്ട് അവർ പറയുന്ന വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണീര് വീണു പോകും. ഇവിടെ ഉണ്ടായിരുന്ന വലിയ ദുരന്തത്തെ പോലെ തന്നെ ഒരു ദുരന്തമാണ് ഈ പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. നമുക്കത് പൂർണ്ണമായി അവരുടെ ഇൻ്റർവ്യൂ ആക്കാം. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണ്, അവരുടെ പ്രത്യേകം നന്ദി പറയുകയാണ്. റിപ്പോർട്ടർ ചാനലിനെ പലരും തള്ളി പറയുന്നുണ്ടെങ്കിൽ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അവർ ഷിരൂരിൽ പോയപ്പോഴും അവർ ചെയ്ത സുത്യർഹമായ പ്രവർത്തനത്തെ, പ്രത്യേകിച്ച് അരുൺകുമാറൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടത്തെ എന്നാണ് ഞാൻ പറയുക, ആ പോരാട്ടത്തെ അഭിനന്ദിച്ചിട്ടുള്ളൂ. അത് അവരെ മറ്റുള്ളവർക്ക് അത് മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുതലെടുക്കാൻ വന്നതായിട്ട് വിമർശിക്കുന്ന ആൾക്കാരെ, കാരണം അവർക്കൊന്നും അവിടെ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അവിടെ പോയി ചെയ്ത് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ എത്തിച്ചിട്ടുള്ള അരുൺകുമാറിനെ എല്ലാ തരത്തിലും ഈ കാര്യത്തിൽ വിമർശിക്കുന്നത് തീർച്ചയായും ദുഷ്ടലാക്കത്തോടെയാണ് ഞാൻ പറയാൻ പറ്റും. ഇപ്പോൾ ഈ വാർത്തയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ദിവസം 10,000 ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാരവിക്ഷുബ്ധനായി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ, ഈ നാട്ടുകാരനാണ്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട്. അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങളെ തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG ആയിട്ടാണ് സംസാരിച്ചത്. DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട്, അതുപോലെ തന്നെ സേനകളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം, നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല, ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല, ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്, ഇവിടെ ഇപ്പോൾ JCB ആണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ്. അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്ത ലോകം മുഴുവനും കണ്ട സംഗതിയാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം കേന്ദ്രീകരിച്ചുള്ള ഭക്ഷണ വിതരണം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം? അതെ. അപ്പം ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. മാത്രമല്ല, ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ, ഞങ്ങളിനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ്, ഒരു പബ്ലിസിറ്റിക്കോ അല്ലാത്ത ഒന്നിനുമല്ല. ഞങ്ങളിത് ആദ്യമായിട്ടല്ല. കവളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു. ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അതോറിറ്റിയാണ് പറയുന്നത്, നിങ്ങളിനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശിരസ വായിച്ച് ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതെ, ഞങ്ങൾ ഇന്ന് ലാസ്റ്റാണ്, ഞങ്ങൾ നിർത്താൻ പോവുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ ഉണ്ടാവില്ല. ഈ നാട്ടിലുള്ള ആളുകളോട് ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ ഞങ്ങൾ പോകുന്ന വഴി നാട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യും. റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതൊക്കെ റിട്ടേൺ ചെയ്യും. എന്താണെന്നറിയില്ല, ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഇത് നിർത്തണോടുകൂടി ഞങ്ങൾ മലപ്പുറം ജില്ല താനൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ രാവിലെ ഇവിടെ 6 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തും.
ഇവിടെ നിർത്തി ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ മല മുകളിലേക്ക് കയറുന്നത്. ഈ ഫുഡ് ഇവിടെ വെച്ച് നിർത്തുമ്പോൾ നമുക്ക് വളരെ സന്നദ്ധ സംഘടന എന്നുള്ള പ്രവർത്തകർക്ക് ഒരു പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ നമ്മളവിടെ ഭക്ഷണം ഒരു തെരച്ചിൽ നടക്കുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്ത് പോയിട്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. വയനാട്ടിലെ മക്കൾക്കൊരു പ്രയാസം വന്നപാട് 24 മണിക്കൂർ ഇത് പറയാതിരിക്കാൻ വയ്യ. ഒരു ടെന്റ് കെട്ടിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നമ്മളെ ചുണക്കുട്ടികൾ, രാവും പകലില്ല സന്നദ്ധ പ്രവർത്തനം ചെയ്ത ഒരുപാട് സംഘടനക്കാരുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രം. വളരെ വിഷമമുള്ള ഒരു കാര്യം എന്താ അറിയോ, ഇന്ന് 24 മണിക്കൂർ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന മിലിറ്ററി, അതുപോലെ തന്നെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് ആൾക്കാർ ആർക്കും വന്നിട്ട് കഴിക്കാം, ഏത് ജാതി മതസ്ഥർക്കും വന്ന് കഴിക്കാം. പക്ഷെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം, ഇന്ന് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപാട് വളരെ വിഷമം തോന്നി. അസർക്കാർക്ക് എന്താ പറയാനുള്ളത്? ദുരന്തം വന്ന സ്ഥലത്തൊക്കെ നമ്മൾ വന്ന് അതിലും വലിയ ദുരന്തമായി പോയി ഭക്ഷണം നിർത്തിയാല്. ഭക്ഷണം നിർത്തത് ഏറ്റവും വലിയ തെറ്റാണ്. DIG ആണല്ലോ ആരാ പറഞ്ഞത്? ചിലപ്പോ ഗവൺമെന്റിൽ പറയാണ്ടായിരിക്കും ചിലപ്പോ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ടിട്ട് അതിനുള്ള സംവിധാനം ആക്കണം. അപ്പൊ ഇത്രയും ആൾക്കാർ ഈ ഭാഗത്ത് ഭയമില്ലാതെ പേടിയില്ലാതെ ഈ മലച്ചെരുവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ടുള്ള പ്രവർത്തനമാണ്. എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഉറങ്ങാൻ കൃത്യമായിട്ടുള്ള സ്ഥലമില്ല, നല്ലൊരു ബാത്റൂം ഇല്ല, ഒരു 2-3 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട് രാവിലെ 4 മണി മുതൽ രാത്രി 11 മണി വരെ ഭക്ഷണം വിളമ്പുന്ന എന്റെ പ്രിയപ്പെട്ട നാദാപുരക്കാർ, ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രയാസത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞതിൽ നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈറ്റ് ഗാർഡിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ഇന്ന് നിർത്തണം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രയാസം തന്നെയാണ്. പലരും ആശങ്കയോടെയാണ് ഇത് കാണുന്നത്.